എൻ്റെ മകൻ കാശിനാഥൻ ഈ നിൽക്കുന്ന കുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തും. ഇടിമുഴക്കം പോലെ ആ വാക്കുകൾ വൈഗയുടെ ചെവിയിലേക്ക് തുളഞ്ഞു കയറി. അവൾ ഒരു ഞെട്ടലോടെ വിശ്വനാഥനെ നോക്കി. 20 പെൺകുട്ടികൾ കല്യാണവേഷത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. കഴുത്തിലൊരു മാലയും, ഇരുകൈകളിലും ഓരോ വളകളും, കാതിൽ കുഞ്ഞൊരു ജിമിക്കിയും. ഇത്രയുമാണ് എല്ലാവരുടെയും അലങ്കാരം. 20 അനാഥ പെൺകുട്ടികളുടെ വിവാഹമാണ്. ഇതിൻ്റെ മുഴുവൻ ചിലവും വഹിക്കുന്നത് മേലെപ്പാട്ട് പ്രഭാകര മേനോനാണ്. നാട് മുഴുവൻ അറിയപ്പെടുന്ന മേലെപ്പാട്ട് തറവാട്ടിലെ കാരണവർ. പണം കൊണ്ടും പ്രശസ്തി കൊണ്ടും ബിസിനസ് കൊണ്ടും അറിയപ്പെടുന്നവർ. ഓരോ പെൺകുട്ടികളും താലവുമേന്തി വലിയ മണ്ഡപത്തിലേക്ക് നിരനിരയായി കയറി വന്നു. എല്ലാവരുടെയും കണ്ണുകൾ ഏറ്റവും അവസാനം താലം ഏന്തി വരുന്ന അതിസുന്ദരിയായ പെൺകുട്ടിയിൽ തങ്ങി നിന്നു. വിടർന്നു നീണ്ട മെയ്കൾ, നിതംബം മറഞ്ഞു കിടക്കുന്ന മുടി, വെണ്ണക്കൽ പോലൊരു പെണ്ണ്. നെറ്റിയിൽ തൊട്ട ചന്ദനത്തിൻ്റെ അതേ നിറമാണ് അവൾക്കും. താലത്തിൽ നിന്നും ഉയർന്ന തീനാളത്തിൽ അവളുടെ മുഖം ഒന്നുകൂടി ജ്വലിച്ചു. വധൂവരന്മാർ എല്ലാവരും ഒന്നിച്ചു നിന്നു. എന്നാൽ അവളുടെ അടുത്ത് നിൽക്കേണ്ട വരന്റെ സ്ഥാനം ശൂന്യമായിരുന്നു. എല്ലാവരും അവളെ നോക്കി അടക്കം പറഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് സഹതാപം നിറഞ്ഞു. അയാളുടെ വീട്ടിലും വർക്ക് ചെയ്യുന്ന ഓഫീസിലുമായി മേലെപ്പാട്ടെ ആളുകൾ പരക്കം പാഞ്ഞു. നിരാശയായിരുന്നു ഫലം. മേലെപ്പാട്ട് പ്രഭാകര മേനോൻ ജീവിതത്തിൽ ആദ്യമായി മറ്റുള്ളവർക്ക് മുൻപിൽ തലകുനിച്ചു. മുഹൂർത്തമാവാറായി, പൂജാരി പറഞ്ഞതും അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് മുഖം കുനിച്ചു നിന്നു. എല്ലാവരുടെയും നോട്ടം അവളിലാണെന്നറിഞ്ഞുകൊണ്ട് ആരെയും നോക്കാതെ മുഖം കുനിച്ചുകൊണ്ട് മണ്ഡപത്തിൽ നിന്നും അവൾ ഇറങ്ങാൻ നിന്നതും അവളുടെ കയ്യിൽ പിടിവീണിരുന്നു. അവൾ പകപ്പോടെ തിരിഞ്ഞു നോക്കി. മേലെപ്പാട്ട് പ്രഭാകര മേനോന്റെ ഒരേ ഒരു മകൻ വിശ്വനാഥ മേനോൻ. അവൾ അയാളെ നോക്കി വാടിയൊരു പുഞ്ചിരി നൽകി. അയാൾ അവളുടെ കയ്യിൽ പിടിച്ച് സ്റ്റേജിന് മുൻപിൽ വന്നു നിന്നു. എൻ്റെ മകൻ കാശിനാഥൻ ഈ നിൽക്കുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തും. ഇടിമുഴക്കം പോലെ അയാളുടെ വാക്കുകൾ അവളുടെ ചെവിയിൽ തുളഞ്ഞു കയറി. അവളൊരു ഞെട്ടലോടെ വിശ്വനാഥനെ നോക്കി. ശേഷം പ്രഭാകര മേനോനെയും. അല്പം മുൻപ് എല്ലാവർക്കും മുൻപിലും തലയും കുനിച്ചു നിന്നിരുന്ന ആൾ പയതിലും ആഡിത്തത്തോടെ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നു. അയാൾ അവളെയൊന്ന് നോക്കി അടുത്തേക്ക് വന്നു. എന്താ മോളുടെ പേര്? അയാൾ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. വൈഗ. അത് പറയുമ്പോൾ അവളുടെ സ്വരമിടറി. മോൾ ഈ വിവാഹത്തിന് സമ്മതിക്കണം. എൻ്റെ കൊച്ചുമോൻ്റെ പെണ്ണായിട്ടല്ല. എനിക്കവൻ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും മോളും. സമ്മതിക്കണം. അയാൾ അവൾക്ക് മുൻപിൽ കൈകൂപ്പിയതും അവൾ പകച്ചുകൊണ്ട് ആ കൈകളിൽ പിടിച്ചു. എനിക്ക് സമ്മതമാ പറയുമ്പോൾ അവളുടെ സ്വരം പതിഞ്ഞുപോയി. ഇവരുടെ ചോറുണ്ടാണ് താൻ വളർന്നത്. ആ തൻ്റെ മുൻപിൽ ആ വലിയ മനുഷ്യൻ യാചിക്കുന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നത് അവൾ മുഖം കുനിച്ചുകൊണ്ട് മറച്ചു. മണ്ഡപത്തിൽ തനിക്കരികിൽ നിൽക്കുന്നവനെ അവളൊന്ന് മുഖമുയർത്തി നോക്കി. കണ്ണുകളിൽ നിറഞ്ഞ തീക്ഷ്ണത. തീർത്തും ഗൗരവമേറിയ അവൻ്റെ മുഖം. കഴുത്തിൽ രുദ്രാക്ഷം പതിപ്പിച്ച ഒരു ചെയിനുണ്ട്. കയ്യിൽ ഇടിവളയാണെന്ന് തോന്നിപ്പിക്കുന്ന ഏതോ സംഹാരമൂർത്തിയുടെ രൂപം കൊത്തിയ ഒറ്റവള. കഴുത്തൊപ്പം നീട്ടി വളർത്തിയ മുടിയും കട്ടിമീശയും ചെറുതായി വളർത്തിയ താടിയും. കാശിനാഥൻ. അടുത്തു നിൽക്കുന്ന വൈഗയെ അവനൊന്ന് മുഖമുയർത്തി നോക്കിയതുകൂടിയില്ല. മുഹൂർത്തമായി എന്ന് പൂജാരി പറഞ്ഞപ്പോൾ അവൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. അവൻ്റെ ചുടുശ്വാസം അവളുടെ കവിളിൽ പതിച്ചപ്പോൾ അവളുടെ ശരീരം ഒന്ന് വിറകൊണ്ടു. വല്ലാത്തൊരു ഭയം അവളെ പൊതിഞ്ഞു. താലി കെട്ടിക്കഴിഞ്ഞതും തലകുനിച്ചു നിൽക്കുന്നവളെ അവനൊന്നു നോക്കി. തുളുമ്പാറായി നിൽക്കുന്ന മെയ്കൾ കണ്ടതും അവൻ മുഖം തിരിച്ചു. സിന്ദൂരം തൊടുമ്പോൾ അവളുടെ മെയ്കളുമായി അവൻ്റെ മെയ്കളൊന്ന് കൂർത്തു. ഫോട്ടോയെടുക്കുമ്പോഴും സദ്യ കഴിക്കുമ്പോഴും അവർ പരസ്പരം ഒന്ന് നോക്കിയതുകൂടിയില്ല. കുറച്ചു കഴിഞ്ഞതും വിശ്വനാഥനോടെന്തോ പറഞ്ഞ് അവൻ പോയി. അത് കണ്ടതും അവളുടെ ഉള്ളമൊന്ന് വിങ്ങി. അർഹിക്കാത്തതെന്തോ നേടിയ പോലെ. കാറിൽ കയറുന്നേരം അവനൊന്ന് തിരിഞ്ഞു നോക്കി. അവൻ വന്ന കാർ അന്തരീക്ഷത്തിൽ പൊടി പറത്തിക്കൊണ്ട് പാഞ്ഞുപോയി. മോള് വാ, നമുക്കൊരുമിച്ച് പോവാം. അവന് പോയിട്ടെന്തോ അത്യാവശ്യമുണ്ട്, അതാ. വിശ്വനാഥൻ്റെ ഭാര്യ സാവിത്രി വന്നവളുടെ കയ്യിൽ പിടിച്ചു. അവൾ നിറകണ്ണുകളോടെ അവരെ നോക്കി. അവർ പുഞ്ചിരിയോടെ
അവളുടെ കയ്യിൽ പിടിച്ച് മണ്ഡപത്തിന് പുറത്തേക്ക് നടന്നു. അവരോടൊപ്പം കാറിലേക്ക് കയറുമ്പോൾ താൻ ഇത്രയും നാൾ ജീവിച്ച, താൻ വളർന്ന ഇടം വിട്ടു പോകുന്ന വേദനയായിരുന്നു. അവിടെ നിന്നും കുറച്ചു ദൂരമേ മേലെപ്പാട് തറവാട്ടിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടായിരുന്നു അവൾ അവിടേക്ക് വരുന്നത്. കാറിൽ നിന്നും ഇറങ്ങിയതും അവളുടെ മെയ്കൾ വിടർന്നു. വിശാലമായി പരന്നു കിടക്കുന്ന സ്ഥലത്ത് മേലെപ്പാട് തറവാട്. ഒരു മാൻഷൻ പോലെ പണി കഴിപ്പിച്ച വലിയൊരു വീടായിരുന്നു അത്. മോളുവാ. സാവിത്രി അവളുടെ കയ്യിൽ പിടിച്ച് മുൻപോട്ട് നടന്നു. അവളെ മുറ്റത്തു തന്നെ നിർത്തി ധൃതിയിൽ അകത്തേക്ക് പോയി. അവൾക്കാകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. ഇവർക്കൊക്കെ തന്നെ അംഗീകരിക്കാൻ കഴിയുമോ? അവൾ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ മെല്ലെയൊന്ന് തൊട്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, കയറി വാ. സാവിത്രി കത്തിച്ച നിലവിളക്ക് അവളുടെ കയ്യിൽ കൊടുത്തു. അവളെയും കൂട്ടി ഉള്ളിലേക്ക് കയറി. പൂജാമുറിയിൽ വിളക്ക് വെച്ച് തിരിയുമ്പോൾ അവളെയും കാത്ത് സാവിത്രി നിൽപ്പുണ്ടായിരുന്നു. മോളിങ് വാ. അവർ അവളെയും കൊണ്ട് ഹാളിലേക്ക് നടന്നു. ഇവിടെ ആരെല്ലാം ഉണ്ടെന്നറിയണ്ടേ മോൾക്ക്? അവർ ചോദിച്ചതും അവൾ പതിയെ തലയനക്കി. ഞാൻ ആരെന്നറിയോ? അവർ ചിരിയോടെ ചോദിച്ചു. അവൾ അതിനും ഇല്ലെന്ന് പതിയെ തലയനക്കി. അവരൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി. കാശിയുടെ അമ്മയാ ഞാൻ, ഇന്നു മുതൽ മോളുടെയും. അത് കേട്ടതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഇങ്ങനെ എല്ലാത്തിനും കണ്ണു നിറക്കാനാണോ ഭാവം? അവർ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അത് കണ്ടതും അവളിൽ ഒരു ചിരി വിരിഞ്ഞു. ആ, ഇങ്ങനെ വേണം എൻ്റെ മോളെപ്പോഴും. ഇനി ഇങ്ങനെ ചിരിച്ചു കാണണം ഞങ്ങൾക്ക്. അവർ അരുമയോടെ അവളുടെ മുടിയിൽ തലോടി. ഇനി ഇവിടെയുള്ളത് കാശിയുടെ അച്ഛനാ, വിശ്വേട്ടൻ. പിന്നെയുള്ളത് കാശിയുടെ മുത്തശ്ശൻ, പിന്നെ മുത്തശ്ശിയും. പിന്നെ ഇവിടെ ഇല്ലാത്ത 2 പേർ കൂടിയുണ്ട്. കാശിയുടെ അനിയൻ ആദിതും അനിയത്തി ആലിയയും. ആദി ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്നു. ആലി +2-നും പഠിക്കുന്നു. 2 പേരും എന്തൊക്കെയോ വാങ്ങാനെന്നും പറഞ്ഞ് ടൗണിൽ പോയതാ. ഇപ്പോ വരും. തനിക്ക് തിരിച്ചു പറയാൻ ഒരവസരം പോലും തരാതെ വാതോരാതെ സംസാരിക്കുന്നവരെ അവൾ വിടർന്ന മെയ്കളോടെ നോക്കി. മുറ്റത്തൊരു ബുള്ളറ്റ് വന്നു നിന്നതും അവൾ പുറത്തോട്ട് നോക്കി. കാശി അപ്പോൾ പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല. അവര് വന്നതാ മോളെ. സാവിത്രി പറഞ്ഞതും അവൾ നോട്ടം മാറ്റി. ഹായ് ഏട്ടത്തി. ഹാളിലേക്ക് കയറിയ പാടെ തന്നെ നോക്കി വിളിക്കുന്നവരെ അവൾ അത്ഭുതത്തോടെ നോക്കി. തന്നെ തന്നെയാണോ വിളിക്കുന്നത്? അവൾ ഒരു നിമിഷം ആലോചിച്ചു. അപ്പോഴേക്കും കയ്യിലുള്ള കവറൊക്കെ സെറ്റിയിലേക്കിട്ട് 2 പേരും അവളുടെ ഇരുവശവുമായി വന്നിരുന്നിരുന്നു. ആദിയും ആലിയും വളരെ പെട്ടെന്ന് തന്നെ വൈഗയോട് കൂട്ടായി. അതവളിലെ ടെൻഷൻ കുറെ കുറച്ചു. അവർ 2 പേരും അവളുടെ പിറകിൽ നിന്ന് മാറാതെ കൂടെ തന്നെ നടന്നു. രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ വന്നില്ല. താൻ കാരണമാണ് അവൻ വരാത്തത്. ഇനി അതിൻ്റെ പേരിൽ ഇവർക്കൊക്കെ തന്നോട് ഇഷ്ടക്കേട് തോന്നുമോ? അവളാകെ വല്ലാതെയായി. മോളെന്താ ഒന്നും കഴിക്കാത്തത്? ചോറിൽ വിരലിട്ട് ഒന്നും കഴിക്കാതിരിക്കുന്നവളെ നോക്കി സാവിത്രി ചോദിച്ചു. അത് എനിക്ക് വിശപ്പില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അത്താഴപ്പട്ടിണി കിടന്നാൽ അടി കിട്ടും എൻ്റെ കയ്യിൽ നിന്നും, വിശ്വനാഥൻ മുഖത്ത് ഗൗരവം വരുത്തി പറഞ്ഞു. അത് കേട്ടതും അവൾ ഭയത്തോടെ പെട്ടെന്ന് കഴിച്ചു തീർത്തു. അത് കണ്ടതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അപ്പോഴാണ് അവൾക്ക് അച്ഛൻ തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായത്. അവൾ അയാളെ നോക്കി ചുണ്ടുകൂർപ്പിച്ചു. അത് കണ്ടതും അയാളിൽ അതിയായ വാത്സല്യം നിറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് അവർ ആലിയുടെ റൂമിലേക്കാണ് പോയത്. കൂടെ ആദിയും ഉണ്ടായിരുന്നു. മോളെ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതും പറഞ്ഞ് സാവിത്രി അകത്തേക്ക് വന്നു. എന്താ അമ്മേ? അവൾക്ക് വല്ലാത്ത പേടി തോന്നി. കാശിയേട്ടൻ ഇതുവരെയും എത്തിയിട്ടില്ല. ആദി, നീ പുറത്തു പോ. സാവിത്രി വന്ന് ആദിയോട് പറഞ്ഞു. ഓ, അമ്മയ്ക്കിപ്പോ എന്നെയൊന്നും വേണ്ടല്ലേ മരുമോളെ കിട്ടിയപ്പോ. അവനതും പറഞ്ഞ് മൂക്ക് ചീറ്റിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. അത് കണ്ടതും അവരൊന്ന് ചിരിച്ചുകൊണ്ട് വൈഗയുടെ കയ്യിൽ പിടിച്ച് ബെഡിലേക്കിരുത്തി. ഞങ്ങൾക്കറിയാം മോൾക്കും കാശിക്കും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ കുറച്ച് സമയമെടുക്കും. ഇതൊക്കെ ഈശ്വര നിശ്ചയമാണ്. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനാണ് ഈശ്വരൻ വിധിച്ചത്. നിങ്ങൾ 2 പേരും ഒന്ന് ഓക്കെയാവുന്നത് വരെ മോൾ ആലിയുടെ കൂടെ ഇവിടെ കിടന്നോളൂ. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ട് വേണം ഒന്നിച്ച് ജീവിക്കാൻ. പിന്നീട് ഒരിക്കൽ തോന്നരുത്
ഈ അച്ഛനും അമ്മയും ചേർന്ന് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചെന്ന് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യോ, അമ്മയെന്താ ഈ പറയുന്നത്? എൻ്റെ അമ്മയല്ലേ. നിങ്ങൾ അങ്ങനെയൊരു തീരുമാനമെടുത്തത് കൊണ്ടല്ലേ നിങ്ങളെ എല്ലാവരെയും എനിക്ക് കിട്ടിയത്. പറഞ്ഞുകൊണ്ടവൾ അവരുടെ ചുമലിലേക്ക് തല ചായ്ച്ചു. അവരവളെ ചേർത്ത് പിടിച്ചു. ഈശ്വരാ, ഇതിപ്പോ ആദ്യം പറഞ്ഞിടത്തേക്കാണല്ലോ റൂട്ട്. അല്ലേ, മരുമോളെ കെട്ടിപ്പിടിക്കുമ്പോൾ എന്നെ കൂടി പിടിച്ചൂടെ? ഞാനെന്താ ഇളയമ്മയ്ക്കുള്ളതാണോ? അതോ ദത്തുപുത്രിയോ? ആലി എഴുന്നേറ്റ് അവർക്ക് രണ്ടുപേർക്കും മുൻപിൽ വന്നു നിന്ന് അവരെ കലിപ്പിച്ചു നോക്കി. അത് കണ്ടതും വൈകി എഴുന്നേറ്റ് അവളെയും കെട്ടിപ്പിടിച്ച് കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ആ, ഇപ്പോ ഓക്കെ. ഇല്ലെങ്കിൽ ഞാനൊരു കൊലപാതകിയായേനെ. അത് കണ്ടതും വൈക പൊട്ടിച്ചിരിച്ചു. അതേ നിമിഷം തന്നെയാണ് കാശി അകത്തേക്ക് കയറി വന്നത്. ആദ്യമായി കാണുന്ന അവളുടെ മുഖം, വിടർന്നു നീണ്ട മെയ്കളും ഇടതൂർന്ന കൺപീലിയും, കൊത്തിവെച്ചതുപോലുള്ള മൂക്കും, ചുവന്നു തുടുത്ത ആദരവും, കൊത്തിവെച്ച ശില്പം പോലൊരു പെണ്ണ്. അവൻ സ്വയം മറന്നവളെ നോക്കി നിന്നു. അലക്ഷ്യമായി അവളൊന്ന് തിരിഞ്ഞതും അവൾ കണ്ടു അമ്മക്ക് പിന്നിൽ നിൽക്കുന്നവനെ. അവളൊന്ന് വിറച്ചുപോയി. സ്വിച്ചിട്ടതുപോലെ അവളുടെ ചിരി നിന്നു. മുഖം വിളറി. അവൾ പതിയെ അവനിൽ നിന്നും മറഞ്ഞ് ആലിക്ക് പിറകിലായി നിന്നു. അത് കണ്ടതും അവൻ അവളിൽ നിന്നും നോട്ടം മാറ്റി. അവളുടെ വിളറിയ മുഖം കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവൻ അവിടെ നിൽക്കുന്നത് സാവിത്രി കണ്ടത്. എവിടെയായിരുന്നു കാശി ഇതുവരെ നീ? വൈകുമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. അതും പറഞ്ഞവർ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നത്, അവൻ അവർക്ക് മുൻപിൽ തടസ്സം നിന്നുകൊണ്ട് പറഞ്ഞു. പിന്നെ തിരിഞ്ഞ് ആലിക്ക് പിറകിലായി മുഖം കുനിച്ച് നിൽക്കുന്നവളെ ഗൗരവത്തിൽ നോക്കി. പിന്നൊരു കാര്യം, നിങ്ങളെല്ലാവരും കൂടി എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചതാ ഇവളെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യ. അവൾ എൻ്റെ കൂടെ എൻ്റെ റൂമിൽ കിടക്കും. അതിന് പറ്റില്ലെങ്കിൽ ഞാൻ താലി കെട്ടിയ ബന്ധവും പറഞ്ഞ് ഇവിടെ നിൽക്കണ്ട. അതും പറഞ്ഞവൻ എല്ലാവരെയും കടുപ്പിച്ചൊന്ന് നോക്കി കാറ്റുപോലെ മുകളിലേക്ക് കയറിപ്പോയി. അവൾ നിന്നിടത്തു നിന്നും അനങ്ങാതെ അവൻ്റെ വാക്കുകളിൽ ഭയന്നുകൊണ്ട് നിസ്സഹായയായി അമ്മയെയും ആലിയെയും നോക്കി.